Welcome to BSc Main Physics class. Paper 3 Electronics. Unit 2 Diode Circuits we continue. And this is 14th class, Semester 5, 14th class, Problems of Zener Diode. BSc Main Physics, Diode Circuits, Paper 3 Electronics, Semester 5, 14th class, Problems of Zener Diode. Zener Diode problems. So in the previous class, we have studied Zener diode and Zener diode voltage regulator, and today we do some problem relating Zener diode voltage regulator and the important relations we have to remember in Zener diode. R V0 equal to V is equal to I into RL, I is equal to IZ plus IL, and I, main current I, VI minus VO by R. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സെനർ ഡയോഡിൻ്റെ പ്രോബ്ലമാണ്. സെനർ ഡയോഡിൻ്റെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഇക്വേഷൻ, സെനർ ഡയോഡിനകത്ത് പഠിച്ച ഇക്വേഷൻ, സെനർ ഡയോഡ് റെഗുലേറ്റർ, സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ, അതിനകത്ത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. VO is VZ, the output voltage is equal to Zener voltage is equal to IL into RL. The load resistance into load current. Then total current, circuit current, I is equal to IZ plus IL, and also I can be calculated by the equation VI minus VO by R. And here, this is the first problem. For the circuit diagram shown in the figure, calculate the output voltage, load current, and Zener current. ഈ സർക്യൂട്ടിൽ ഇതാണ് സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, ലോഡ് കറണ്ട്, സെനർ കറണ്ട് എന്നിവ കണ്ടുപിടിക്കണം. VO, IL, IZ എന്നിവ കണ്ടുപിടിക്കണം. ഇതാണ് സർക്യൂട്ട്. ഒരു 50 വോൾട്ട് ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്. 5K സീരീസ് റെസിസ്റ്ററാണ്. സെനർ ഡയോഡിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 25 വോൾട്ടാണ്. പിന്നെ ലോഡായിട്ട് 6K കൊടുത്തിരിക്കുകയാണ്. ZL. അപ്പോൾ നമ്മൾ നേരിട്ട് ഇക്വേഷൻ സപ്ലൈ ചെയ്യുകയാണ്. സർക്യൂട്ട് വരയ്ക്കണം. സർക്യൂട്ട് ക്വസ്റ്റ്യൻ്റെ പാർട്ടാണ്. സർക്യൂട്ട് ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമ്മൾ ആൻസറായിട്ട് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈക്വൽ VZ ഈസ് 25 വോൾട്ട്. അപ്പം നമ്മളുടെ ഒരു ചോദ്യം ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതൊന്നും ചെയ്യാനില്ല, ആ ഫിഗർ നോക്കിയാണ് എഴുതാൻ മാത്രമേ ഉള്ളൂ. VO ഈസ് VZ, ദാറ്റ് ഈസ് 25 വോൾട്ട്. പെട്ടെന്നാ ഉത്തരം, ഒരു കാൽക്കുലേഷനും ഇല്ല, ചിത്രം നോക്കിയാൽ ഉത്തരം കിട്ടും. അടുത്ത പാർട്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കുക. ലോഡ് കറണ്ട് IL കാരണം അതിന് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അറിയാമല്ലോ. VO ഈസ് IL ഇൻറ്റു RL, ദാറ്റ് ഈസ് 25 ഈസ് IL ഇൻറ്റു RL 6 ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ IL ഈസ് 25 by 6, 4 and 1 by 6 മില്ലി ആംപിയർ. വോൾട്ട് ബൈ കിലോ ഓം ഈസ് മില്ലി ആംപിയർ. വോൾട്ട് ബൈ കിലോ ഓം ഈസ് മില്ലി ആംപിയർ. നേരെ സെനർ കറണ്ട് IZ, സെനർ കറണ്ട് IZ കാണണമെങ്കിൽ സർക്യൂട്ട് കറണ്ട് I കാരണം I is VO minus VI by R, VI minus VO by R, that is 50 minus 25 by 5. 5 is the series resistance, that is 25 by 5 mA. And we know I is equal to IZ plus IL. Therefore, IZ, Zener current, I minus IL, 5 minus 4 and 1 by 6. That is 5 by 6 milliampere. 5 നിന്ന് 4 and 1 by 6 കുറയ്ക്കുക. ഇതേ ടൈപ്പ് അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെയ്യുകയാണ്. For the circuit is shown below, calculate VO, IL and IZ. സെയിം പ്രോബ്ലം, സെയിം ടൈപ്പ്. ആ വോൾട്ടേജ് മാറ്റിയെന്ന് മാത്രം, റെസിസ്റ്റൻസ് മാറ്റി കാണും. ഇപ്പോൾ VO ഈസ് VZ ഈസ് ഇക്വൽ ടു, ആൻസർ പെട്ടെന്നാണ്, 50 വോൾട്ട്. ആ ലോഡ് കറണ്ട് IL കാരണം. അപ്പം അതിന് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VO ഈസ് IL ഇൻറ്റു RL, ദാറ്റ് ഈസ് 50. VO ഈസ് 50 ഈസ് IL ഇൻറ്റു 10. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് 10K ആണ്, സീരീസ് റെസിസ്റ്റൻസ് 5K. ലോഡ് റെസിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 10K ആണ്. അപ്പോൾ ഇവിടെ 10 ആണ് വരുന്നത്. That is 50 is IL into 10, that is IL is equal to 50 by 10, 5 mA. Now we have to find the Zener current IZ.
Serial current I is it. We have to find. I is equal to VI minus VO by R, that is equal to 120 minus 50 by 5 is equal to 70 by 5, 14 mA. Therefore, serial current I is it, I minus IL, that is equal to 14 minus 5, 9 mA. അപ്പോൾ നമ്മൾ ഈ ചെയ്ത രണ്ട് കണക്കും കൂടി യോജിപ്പിച്ച് ഒറ്റ കണക്കായിട്ട് ചോദിക്കുക എങ്ങനെയാണ് നോക്കണം. നമ്മൾ ചെയ്ത രണ്ട് കണക്കും ഒരു കമ്പൈൻഡ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ അത്തരം ഒരു പ്രോബ്ലമാണ് ഇനി പറയുന്നത്. ഫോർ ദി സർക്യൂട്ട് CKT സർക്യൂട്ട് ഷോൺ ഇൻ ദി ഫിഗർ ബിലോ ഫൈൻഡ് ഇത് മാക്സിമം ആൻഡ് മിനിമം സിഗ്നൽ കറണ്ട്, മാക്സിമം ആൻഡ് മിനിമം സിഗ്നൽ ഡയോഡ് കറണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് വേരിയബിൾ വോൾട്ടേജ് ആണ്, അതായത് 80 to 120 വോൾട്ടാണ് മാറുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് 50 ആണ്. സിഗ്നൽ ഡയോഡിൽ 5 kΩ സീരീസ് റെസിസ്റ്ററാണ്. ലോഡ് റെസിസ്റ്റൻസ് 10K ആണ്, ലോഡ് ഇംപെഡൻസ്. ഫോർ മാക്സിമം സിഗ്നൽ കറണ്ട് VI is maximum. In the question it is 120 volt. So answer just above. ആ മുകളിലത്തെ പ്രോബ്ലം തന്നെ പകർത്തിയാൽ മതി. 9 mA ഉത്തരം. ഞാൻ സെക്കൻഡ് പാർട്ട് ആ മിനിമം കറണ്ടിന് ആ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് 80 ആണല്ലോ, അപ്പോൾ 80 വെച്ച് ചെയ്യേണ്ടി വരും. സെക്കൻഡ് പാർട്ട് ഫോർ മിനിമം സിഗ്നൽ കറണ്ട് VI is minimum. The minimum signal voltage, input voltage given is 80 volt. VO is at 50 volt, no change. Load current IL is equal to VO by RL, 50 by 10, 5 mA, no change. Then in this case, series current I is equal to VI minus VO by R, 80 minus 50 by 5, 30 by 5, 6 mA. Therefore, IZ is equal to I minus IL in this case equal to 6 minus 5, 1 mA. The two problems be combined into a single problem as above. Next problem. Signal diode is used to convert 12 volt DC input to 9 volt stabilized output. If the series resistance is 120 ohm, if the load resistance is if the load current is 15 milliampere, what is the current through signal diode? ഇവിടെ നമുക്ക് ഡയഗ്രാം ഇല്ല, വാല്യൂസ് തരികയാണ്. ഇപ്പോൾ ഡയഗ്രാം വരച്ച് നമ്മൾ വാല്യൂ എഴുതി ചെയ്യാവുന്നതേ ഉള്ളൂ. A signal diode is used to convert 12 volt DC to 9 volt stabilized output. The series resistance is 120 ohm. If the load current is 15 milliampere, what is the current through the signal diode? And here we have to find IZ. Given IL is 15 mA and series current I is equal to VI minus VO by R, that is 12 minus 9 by 120, that is 3 by 120, 0.025 ampere, that is 25 milliampere. Ampere milliampere ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. IZ is I minus IL, that is 25 minus 15, 10 mA. That is the answer. Next problem. A 24 volt 50 milliwatt, you read 600. A 25 volt 600 milliwatt signal diode is to be used for providing a 24 volt stabilized power supply to a variable load RL. First off, if the input voltage is 32 volt, calculate the series
resistance required. Also find the synodiode current when RL is 1.2K. You read the problem once again. A 24 volt 600 milliwatt synodiode is to be used for providing a 20 volt stabilized power supply to a variable load RL. If the input voltage is 32 volt, calculate the series resistance required. Also find the synodiode current when RL is equal to 1.2K. Given power of the diode P is 600 milliwatt, that is 0.6 watt. Milliwatt watt convert ചെയ്യാൻ 1000 കൊണ്ട് 1000 കൊണ്ട് divide ചെയ്താൽ മതി. And power it is VI. For synodiode we can write it as V is IZ. Power VI എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് V is IZ എന്ന് പറയാം. That is 0.6 is equal to V is 24 output voltage into IZ. IZ is 0.6 by 24. That is 1 by 40, 0.025 ampere, 25 milliampere. This is the maximum cylinder current, and in that case IL is taken as 0. And I is IZ plus IL, that is 25 mA. But I is equal to VI minus VO by R, that is 25 is equal to 32 minus 24 by R. R is 8 by 25. That is 0.32 kΩ. That is a series resistance. Then we see the next part of the problem. I said question mark. Given RL is 1.2K, VO is IL into RL, 24 is IL into 1.2, IL is 24 by 1.2, that is 240 by 12 is equal to 20 mA. I is IZ plus IL, IZ is I minus IL, 25 minus 25 mA. That is the answer. Next problem. A 9 volt regulated power supply is required to run a car stereo system with 12 volt battery. A synodiode with VZ is 10 volt and power Pmax is 0.25 watt is used as a voltage regulator. Find the value of series resistor. അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞ പ്രോബ്ലം പോലെ തന്നെ ഉള്ളതാണ്. പവർ തന്നിട്ട് നമുക്ക് സീരീസ് റെസിസ്റ്റർ കാണാം, സിഗ്നൽ കറണ്ട് കണ്ടുപിടിക്കണം. Pmax is 0.25 watt. That is Pmax. IZ into VZ is 0.25. IZ into 9. VZ is 9 volt is equal to 0.25. IZ is 0.25 by 9, 0.0278 ampere is equal to 27.8 milliampere. In this case, IL is 0, P is IZ, I is equal to IZ plus IL, that is 27 is equal to 0 plus I is equal to IZ plus IL, 27.8 plus 0, that is 27.8. But I is equal to VI minus VO by R, series resistor R is equal to VI minus VO by I, that is 12 minus 9 by 27.8, that is 3 by 27.8, 0.108 K ohm. K, simply you write K, small k, that you will do.
And that is all with your 14th lecture on paper 3 electronics. Thank you very much.